ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ ആണോ ഇരിക്കുന്നത്? ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവരാണോ? ആണെങ്കിൽ സന്തോഷിക്കാൻ ഇനി അതിൽ വേറെ അധികം കാരണം ആവശ്യമില്ല. ആമേൻ. ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണം, ഇനി എനിക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ യാതൊരു കാരണവുമില്ല. ഹല്ലേലൂയ. ആമേൻ. പല രീതിയിലുള്ള കാര്യങ്ങളും പഠിക്കുകയും തിരുവചനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ചിട്ടും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്, യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ പുത്രനായി കഴിഞ്ഞിട്ട് ഇനിയും സന്തോഷിക്കാൻ വേറെ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. ആമേൻ. നമുക്ക് നമ്മുടെ ജീവിത സമയത്ത് സന്തോഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്, കർത്താവ് എന്നെ തൻ്റെ കുടുംബത്തിൽ ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ. വല്ല ഗുണമുണ്ടായിട്ടാണോ? അല്ല. അത് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാധനയും കൂടെ സന്തോഷത്തിൻ്റെ കൂടെ ചേർത്തോണം. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ? അല്ല എന്ന് അറിയാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം, ഞാൻ തീരെ കൊള്ളത്തില്ലെന്ന് ഇടയ്ക്ക് പറഞ്ഞോണം. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ പലരും പറയും ഐ ആം ദാറ്റ് എന്നൊക്കെ. അതൊന്നും ഞാൻ വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൻ്റെ കൂടെ ഒരു അല്പം കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു, ബിക്കോസ് ഹി ഈസ് ഐ ആം. ഹല്ലേലൂയ. ദൈവം ആകയാൽ എന്നുള്ള ഒരു വാക്ക് വരുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അങ്ങ് വലിയ മാറ്റം സംഭവിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഈ സമയം പരിശുദ്ധാത്മാവിനെ മാത്രം വിട്ട് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പോലും പിടിച്ചു വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ സമയം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. ഹല്ലേലൂയ. താങ്ക് യു ഡാഡി. കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഹൃദയങ്ങളിൽ വലിയൊരു ഉണർവിൻ്റെ അനുഭവം കർത്താവ് കൊണ്ടുവരണം. മനസ്സിൻ്റെതായിട്ടുള്ള ചിന്താ രീതികളിൽ കർത്താവ് ഇന്ന് ചില ചിന്താ രീതികളെ തകർക്കും. കർത്താവ് ഡിപ്രഷൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. ഏമി എന്നുള്ള പേർ പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഏമിയുടെ ഫ്ലാറ്റിൽ കർത്താവ് ചില ദൈവമക്കളെ അയക്കും. കർത്താവ് നിങ്ങളുടെ ഫ്ലാറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉണർവിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് കർത്താവ് താങ്കളോടത് ഇടപെടും. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ദൈവ ക്രമീകരണത്തിന് കാരണമാകുമാറ് താങ്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വലിയ ഒരു മാറ്റം കൊണ്ടുവരും. താങ്കളുടെ ചിന്താ രീതികളിൽ ഒരു പുതിയ വെളിച്ചം പരിശുദ്ധാത്മാവ് പകരുന്നത് പോലെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും മനസ്സിൻ്റെ മണ്ഡലങ്ങളിലെ തൃക്കരങ്ങളിലേക്ക്, ദ ബാറ്റിൽ ഫീൽഡ് ഇൻ ദ മൈൻഡ്, അവിടെ യേശു ജയിക്കണം. കർത്തൃത്വം പൂർണ്ണമായിട്ടും അവരുടെ സകല മണ്ഡലങ്ങളിലും ഇന്ന് അത് ഉറപ്പിക്കപ്പെട്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ദൈവത്തിന് നൽകിയാട്ടെ. കർത്തൃത്വം നിങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഞാനിന്നൊരു ഫോർമുല അല്ല പറയുന്നത്, എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ നൽകിയാട്ടെ. കർത്താവേ, ഇത് അങ്ങ് എൻ്റെ മനസ്സിൽ വാഴണം. അങ്ങ് എൻ്റെ മനസ്സിൻ്റെ കർത്താവാകുന്നു. ഹല്ലേലൂയ. മൈ മൈൻഡ് ഈസ് ഗോയിങ് ടു ഒബേ യു. എൻ്റെ മനസ്സ് അങ്ങേക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടും. ഹല്ലേലൂയ. അത് പ്രഖ്യാപിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ആനന്ദ് എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ, പ്രത്യേകമായിട്ട് എന്തോ ഒരു അപ്രൂവൽ, ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തോ ഒരു അപ്രൂവൽ, കർത്താവ് അത് ക്ലിയർ ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. കർത്താവെ, ഐ താങ്ക് യു ലോർഡ് ഫോർ ദിസ് ടൈം. ഈ സമയം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് അങ്ങയുടെ വചനം അങ്ങ് ശുശ്രൂഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ 2 ദൂതുകൾ ഞാൻ ഭയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയുണ്ടായി. ഭയത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ഭയമില്ലാതെ ദൈവത്തിൻ്റെ ദർശനത്തെ അതിൽ മുന്നേറാനായിട്ടാണ്. ആമേൻ.
ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഭയമില്ലാതെ ദൈവത്തിൻ്റെ ദർശനത്തിൽ മുന്നേറാനായിട്ട്. ദൈവം നമ്മെ എല്ലാവർക്കും ചില ദർശനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പലർക്കും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യമാണ്, പലർക്കും ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യാൻ താല്പര്യമാണ്. വളരെ നല്ല കാര്യമാണ്. എന്നാൽ നാം ദർശനത്തെ നാം മനസ്സിലായില്ല എങ്കിൽ നമ്മുടേതായിട്ടുള്ള ആ ദൗത്യത്തെയും നമ്മുടെ ദൈവഹിതത്തെയും ഒക്കെ എവിടെ സ്ഥാനപ്പെടുത്തണമെന്ന് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ മനസ്സിലാകുകയില്ല. നാം അതിനെക്കുറിച്ചൊന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുള്ളവർക്കറിയാം, നാം അവരോട് പറയാം എഴുതടാ പഠിക്കടാ, എഴുതടാ പഠിക്കടാ. ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം കഴിഞ്ഞിട്ടും രാവിലെ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു നോട്ടമുണ്ട്. വൈ ഷുഡ് ഐ ഗോ ടു സ്കൂൾ? നമുക്കത് ഭയങ്കര ശരിയാണ്. പക്ഷെ ഞാനിന്ന് പലപ്പോഴും കാണുന്ന പല വ്യക്തികളും പള്ളിയിൽ വന്ന് സ്നാനപ്പെട്ട് അന്യഭാഷയിൽ സംസാരിച്ച് പല കാര്യങ്ങളും ചെയ്ത് വലിയ പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രയാസം വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പം ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു സംഭാഷണം വരുമ്പോഴത്തേക്കും, പാസ്റ്ററേ ഇതൊക്കെ എന്തുവാണ് പാസ്റ്ററേ ഇതെല്ലാം? ദർശനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദർശനം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ശരിയായ രീതിയിൽ സ്ഥാനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ ദർശനത്തെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാട്ടെ. ഈ വലിയതായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന ചിത്രം എന്താണെന്ന് നാം മനസ്സിലാക്കിയേ മതിയാകൂ. ഇല്ലെങ്കിൽ അത് പലപ്പോഴും നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രം നമുക്കിഷ്ടമാകും. കാരണം എനിക്ക് കമ്പാഷൻ വളരെ ഇഷ്ടമാണ്. കമ്പാഷൻകാരെല്ലാവരും കൂടെ ഒരു പാർട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. സുവിശേഷം പറയുന്നവർ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്നേഹം. നാം ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയ ദർശനത്തെ നാം മനസ്സിലാക്കിയില്ല എങ്കിൽ നാം പങ്കാളിത്തത്തിൽ കയറുവാൻ നമുക്ക് പ്രയാസമായി വരും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ദർശനത്തെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മൾ ശരിക്കിരുന്ന് പ്രാർത്ഥിക്കും. കാരണം അത് നമ്മുടെ റേഞ്ചിലൊന്നും നിൽക്കുന്ന കാര്യമല്ല നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും. പണ്ട് ഒരു വ്യക്തി എന്നോട് ചോദിക്കും, പാസ്റ്റർ ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു മുട്ടിന്മേൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവ് ആൻസർ ചെയ്യത്തുള്ളൂ പാസ്റ്റർ. ബൈബിൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പാസ്റ്റർ ഇങ്ങനെ മുട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത്? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും പറഞ്ഞായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, കരമുയർത്തി പ്രാർത്ഥിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാലമായിരുന്നു. അതിനുശേഷം കർത്താവ് അദ്ദേഹത്തിന് വലിയ ചില ദർശനങ്ങൾ നൽകി. ഇപ്പം പുള്ളിക്ക് എഴുന്നേക്കാൻ സമയമില്ല, മുട്ടിന്മേൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഭാരം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം, എൻ്റെ കർത്താവേ ഇത് അങ്ങയാലല്ലാതെ സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദർശനം നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും നാം പ്രാർത്ഥിക്കും. നാം വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറാ. നാം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നാം ശ്രദ്ധിക്കാനായിട്ട് നാം താല്പര്യപ്പെടുത്തുകയുള്ളൂ. ആ ദർശനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആരെയാണെങ്കിലും ബഹുമാനിക്കാൻ നാം തയ്യാറാകും. ഹല്ലേലൂയ. നമ്മെപ്പോലെ അല്ലെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കുവാനായിട്ട് നമ്മെ ദൈവം സഹായിക്കും. ഈ ദർശനമാകുന്നു നമ്മുടെ യഥാർത്ഥത്തിൽ ദ ഗൈഡിങ് ലൈറ്റ്. ഹല്ലേലൂയ. നാം എന്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ നമ്മളെ നയിക്കുന്ന ആ വെളിച്ചം എന്ന് പറയുന്നത് ദർശനം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഈ ദർശനം നമുക്ക് അറിയണമെന്ന് പറഞ്ഞാട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ആ ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയില്ല എങ്കിൽ പലപ്പോഴും പരീശന്മാരോട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഭയങ്കര സംഭവമാണ്, പക്ഷേ ഘനമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മുടിയനായ പുത്രൻ്റെതായിട്ടുള്ള കഥയെക്കുറിച്ച് പല പ്രസംഗരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനുള്ള പല തലക്കെട്ടുകളും പലരും കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള തലക്കെട്ട് പറയുന്നത് അതൊരു പ്രോഡിഗൽ ഫാദർ എന്നുള്ള ഒരു തലക്കെട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് നിങ്ങളിതുവരെ കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? നല്ലൊരു വെറൈറ്റി അല്ലേ? ബിക്കോസ് പ്രോഡിഗൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലാവിഷ് എന്ന അർത്ഥം.
the one who lavished his love upon his children. മുടിയൻ എന്നല്ല യഥാർത്ഥത്തിൽ ഈ പ്രോഡിഗൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലാവിഷ് ചെയ്യുന്ന. എന്നാൽ പലപ്പോഴും ആ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് മൂത്തപുത്രനോട് പ്രശ്നം, ചിലർക്ക് ഇളയപുത്രനോട് പ്രശ്നം, ചിലർക്ക് രണ്ടുപേരോടും പ്രശ്നം, ചിലർക്ക് അപ്പനോട് പ്രശ്നം. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ തിരുവചനം പഠിക്കാൻ ആഗ്രഹിക്കുമ്പം തിരുവചനം വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പലപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുക. കാരണം നമുക്ക് അന്നത്തെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, അന്ന് അവിടെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുകയില്ല. എന്നാൽ ഇവിടെ ഞാൻ നോക്കുമ്പം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ പകുതി ദേശം ഈ പിതാവിൻ്റെ മക്കളോടുള്ളതുപോലെ കാണാറില്ല. പലപ്പോഴും പ്രസംഗിക്കുമ്പോഴത്തേക്ക് മൂത്തപുത്രൻ അങ്ങനെയാ അല്ലെങ്കിൽ ഇളയപുത്രൻ അവനെ അങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പിതാവിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരോടും ഈ പിതാവ് ദേഷ്യപ്പെട്ടിട്ടില്ല. ഈ പിതാവ് തൻ്റെ സ്നേഹം പകർന്ന് കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്. ഇളയപുത്രൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്, മൂത്തപുത്രനോട് പറയുക, നീ അകത്തോട്ട് വാ, നമുക്ക് റെഡിയാക്കാം, നമുക്ക് ശരിയാക്കാം. ഇളയപുത്രനോട് എന്താ ഈ പിതാവ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇളയപുത്രനോട് പറയുന്നത് ഇത് പോയി തിരിച്ച് വരുന്നതൊന്നും അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മൂത്തപുത്രനോട് എന്താ പറയുന്നത്? കാരണം ഞാൻ പലപ്പോഴും രഹസ്യമായിട്ടുള്ള എൻ്റെ പല സംഭാഷണത്തിലും എനിക്ക് മനസ്സിലായ കാര്യം, നല്ലൊരു ശതമാനം ആൾക്കാർ മൂത്തപുത്രൻ്റെ സൈഡിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർ പറയുന്നത്, മാസ്റ്ററെ നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ ഒക്കത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് മൂത്തപുത്രനെ ഇച്ചിരി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മൂത്തപുത്രൻ പറയുന്നത്, ഞാൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ അനുസരിച്ചു, ഒരു വാക്കുപോലും ഞാൻ അനുസരിക്കാതിരുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ഇളയ മകൻ അതിലെ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ വഴിവിട്ട് നടന്നപ്പോഴും ഇളയ മകൻ തിരിച്ചു വന്നപ്പോഴും മൂത്തപുത്രൻ വയലിലായിരുന്നു. അവൻ തൻ്റെതായിട്ടുള്ള, അവൻ അങ്ങനെ ഡിപ്രഷനിലോ അവൻ ഒപ്രഷനിലോ ഒന്നിലും പോയില്ല. അവൻ വീണ്ടും തൻ്റെതായിട്ടുള്ള വേലയിൽ വിശ്വസ്തനായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഈ കാലം മുഴുവൻ ചെയ്ത്, പക്ഷേ അവൻ ഒറ്റ കാര്യം അവന് മിസ്സായത് ഞാൻ മനസ്സിലാക്കുന്നതിൽ, ആ നഷ്ടമായതിൻ്റെ വില ആ പിതാവിൻ്റെ ഹൃദയം അവന് മനസ്സിലായില്ല. അതുകൊണ്ടായി പിതാവ് സ്നേഹത്തോടെ പറഞ്ഞത്, നഷ്ടമാകുന്നവൻ തിരിച്ചു വരുമ്പോൾ അത് ആഘോഷിക്കേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദർശനം ഇവിടെ ഈ പിതാവ് പറയാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് ബാക്കിയെല്ലാം അനുസരിക്കാൻ അറിയാമെങ്കിലും നീ ഇത്ര കാലം എവിടെ നിന്നാലും, ഇഫ് യു മിസ് ദ മെയിൻ തിങ്, ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട്. നീ പ്രാർത്ഥിക്കുന്നു, നീ ഉപവസിക്കുന്നു, നീ അന്യഭാഷയിൽ സംസാരിക്കുന്നു, നീ അത് ചെയ്യുന്നു, എന്നാൽ ഞാൻ എന്താകുന്നു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദർശനം, നീ അത് നഷ്ടമാകരുതെന്ന് ദൈവം വളരെ വ്യക്തമായി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ഉപമ മുഴുവൻ അതിനെക്കുറിച്ചാണ്. 15-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ട് എന്താ പറയുന്നത്? അതായത് 100 ഷീപ്പ്, 100 ആടുകളിൽ ഒരുവനായിട്ടുള്ള നീ നഷ്ടപ്പെട്ടു പോയാലും, അതായത് നിന്നെപ്പോലെ 100 പേരുണ്ട്, ബാക്കി 99 കൊണ്ട് സെറ്റിൽ ചെയ്യുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നിനക്ക് വേണ്ടി അന്വേഷിച്ച് വരുന്ന, അതൊരു വലിയ സിംഹമോ പുലിയോ ഒക്കെ ആയിരുന്നെങ്കിൽ, നല്ല ഏതോ വലിയ മൃഗമൊക്കെ ആയിരുന്നു, കുറച്ച് കഴിവൊക്കെ ഉള്ള മൃഗമായിരുന്നു പറയാം. ഇതൊരു പാവം ആടിനെ കുറിച്ചാണ് പറയുന്നത്. നിനക്ക് വലിയ കഴിവൊന്നും ഇല്ല, ഇങ്ങനെ കൂടെ നടക്കാനൊക്കെ അറിയത്തുള്ളൂ, വലിയ ബുദ്ധിയൊന്നുമില്ല, ആരേലും ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ആ വഴി പോകുന്നയാന്ന് നിന്നെക്കുറിച്ച് നീ വിചാരിച്ചാൽ പോലും കർത്താവ് നിന്നെ അന്വേഷിച്ച് വരുമെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ ഉപമ പറയുന്നത് 10 ദ്രഹ്മ ഉള്ള ഒരു സ്ത്രീക്കും അതിൽ 1 നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അത് ഇംഗ്ലീഷിൽ പറയുന്ന 10 സിൽവർ കോയിൻസ് എന്നാണ്. അതൊരു ചെറിയ സാധനമല്ല. അപ്പം നിനക്ക് ഇച്ചിരി വില ഉണ്ടെന്ന് നീ വിചാരിച്ചാലും ശരി, നീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും ശരി, കർത്താവ് നിന്നെ കൊണ്ട് ഇപ്പോൾ ഉപയോഗമൊന്നുമില്ല, ബാക്കി 9 മതി എനിക്കെന്ന് വിചാരിക്കാതെ കർത്താവ് നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. അതുമല്ല, നീ പുത്രനാ, നീ വീട്ടിലെയാ, നീ സകലതും എടുത്ത് നശിപ്പിച്ചാലും കർത്താവ് നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. കർത്താവ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ആം എ പ്രോഡിഗൽ ഫാദർ. ഞാൻ എൻ്റെ സ്നേഹം നിൻ്റെ മേൽ ധൂർത്തടിക്കുന്ന അല്ലെങ്കിൽ അളവില്ലാതെ പകരുന്നതായിട്ടുള്ള ദൈവമാകുന്നു. ആ ഹൃദയം നമുക്ക് നഷ്ടമായി പോകരുതെന്ന് ദൈവം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം
കുറേ സമയം കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന WCCയിലെ ഓരോരുത്തരും ദൈവമക്കൾ ഓരോരുത്തരും കുറേ സമയം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ നോട്ടം നമുക്കിനി വേണ്ട. എന്തുമായിരുന്നു ഇതൊക്കെ? എന്തായത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം നാം നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. നാം അത് തുടങ്ങുകയാണ്. ഇത് പലരോടും സംസാരിക്കുമ്പോഴത്തേക്കും എൻ്റെ പല കൗൺസിലിംഗ് സെഷൻസിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു നീഡാകിയാൽ ഞാൻ പ്രാർത്ഥനയോടെ ഞാനത് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. ഇത് പോകുന്ന അത്രയും സെഷൻസ് അങ്ങ് പോകട്ടെ. പ്രാർത്ഥനയോടെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിലേക്ക് ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ, അതായത് നമ്മളെപ്പോലെയുള്ള ആ മനുഷ്യജന്മം തുടങ്ങിയ സമയത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം മനുഷ്യർക്ക് ഈ ഭൂമി നൽകിയിട്ട് നീ ദൈവത്തിൻ്റെ ക്രമം ഈ ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഒരു രസമില്ല കേട്ടിട്ടല്ലേ? അല്ലേ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമുക്ക് എത്ര രസിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ലാതെ വേറെ ഏതൊരു ദൈവത്തിൻ്റെ ദർശനം നാം ഏറ്റെടുത്താലും നമ്മുടെ ആത്മാവിൽ നമുക്കത് സംതൃപ്തി നൽകുകയില്ല. കാരണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദർശനം ഇതാ. ദൈവം നമ്മെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ഈ ഭൂമി മുഴുവനും ദൈവിക ക്രമത്തിൽ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്യണം പാസ്റ്റർ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് പോലെ തോന്നുന്നു നിങ്ങളുടെ മുഖം കണ്ടിട്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. കാരണം ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, ഇത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ, നാം ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ, നമ്മുടേതായിട്ടുള്ള ജീവിതം ഈ ദർശനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് നമ്മെ നയിക്കും, നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവിക ക്രമം കൊണ്ടുവരിക. റൂൾ എന്നുള്ള വാക്ക്, ടു ടേക്ക് ഡൊമിനിയൻ, റദ എന്നുള്ള മൂലപദത്തിൽ നിന്ന് വരുന്ന ആ അർത്ഥം എന്ന് പറയുന്നത് ടു ടേക്ക് ഡൊമിനിയൻ, ടു ബ്രിങ് ഓർഡർ. ദൈവം ആഗ്രഹിക്കുന്ന ക്രമം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്തിരിക്കുന്ന അവിടെ നിന്ന് പറയാമോ? നിങ്ങൾക്ക് ഉറപ്പില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞോ, നമുക്ക് ദൈവിക ക്രമം കൊണ്ടുവരണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് നോക്കാം. ഈ 26-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു. ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം നമുക്ക് അടുത്തടുത്ത വാക്യങ്ങളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇത് എങ്ങനെ നമ്മൾ ചെയ്യണം നാം പഠിക്കാനായിട്ട് പോവുക. അപ്പം 26-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ, 27-ാമത്തെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപം പൂർണ്ണമാകാനായിട്ട് ദൈവത്തിന് വ്യക്തമായിരുന്നു, ആണും പെണ്ണും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവും ഭാര്യയൊക്കെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കോർത്ത് പറഞ്ഞാട്ടെ, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നല്ല ചാൻസ് ആണെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല, വ്യക്തിപരമായിട്ട് കർത്താവിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവിടെ സ്ത്രീയും പുരുഷനും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ആളത്വം, ദൈവത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട്, വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇതിലേതെങ്കിലും ഒരു ജാതി, ഒരു ആണോ പെണ്ണോ മാത്രം മതിയായിരുന്നെങ്കിൽ കർത്താവ് അത് മാത്രമേ ചെയ്യുകയുള്ളായിരുന്നു. അതുകൊണ്ട് ഇന്ന് അടുത്ത ഒരു ചില കാര്യങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പാകെ ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് കുടുംബങ്ങളിലായിരിക്കുന്നതോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഭർത്താവും ഭാര്യയും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുവാൻ വലിയ അവസരം കർത്താവ് തന്നിട്ടുണ്ട്.
ഹല്ലേലൂയ. സ്ത്രീയും പുരുഷനും ചേർന്ന് നിൽക്കുമ്പോൾ, തൻ്റെ ഈ ഭർത്താവും ഭാര്യയും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് വലിയ അവസരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവർ സൃഷ്ടിച്ച ആ ഇമേജ്, ആ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇമേജ്, ദൈവത്തിൻ്റെ സാദൃശ്യമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദാമിനെ കുറിച്ച് പറയുന്നത്, ആദാം ദൈവത്തിൻ്റെ മകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകൻ്റെതായിട്ടുള്ള ഈ ഇമേജ് അല്ലെങ്കിൽ സാദൃശ്യം വന്നത് പുതിയ നിയമത്തിലൊന്നുമല്ല. ആദ്യമേ തന്നെ പുത്രൻ്റെതായിട്ടുള്ള ആ പുത്രത്വത്തിൻ്റെതായിട്ടുള്ള സാദൃശ്യത്തിൽ തന്നെ ആ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രമാത്രം ഈ ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ വളരുന്നുവോ അത്ര അധികം ദൈവത്തിൻ്റെ തേജസ് അവിടെ വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം കൊടുത്ത് ഭർത്താവും ഭാര്യയും അടുത്ത് നിൽക്കുന്നെങ്കിൽ ഞാനിന്ന് കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നു, എന്നാലും കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നമുക്ക് ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കണം. ഞാനിന്ന് പ്രത്യേകമായിട്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പറയാം, നമ്മുടേതായിട്ടുള്ള വിവാഹ ജീവിതത്തെ കർത്താവിൻ്റെ ഭയത്തിൽ നാം സ്റ്റുവേർഡ് ചെയ്യേണ്ടത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭർത്താവിന് സഭയെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒറ്റ വ്യക്തിബന്ധം എന്ന് പറയുന്നത് ഭാര്യയെ ശുശ്രൂഷിക്കുന്നവരുടെ മാത്രമാണ്. ഹല്ലേലൂയ. വേറെ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള അവസരമില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് വിധേയപ്പെട്ട് എപ്രകാരം സഭ ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിന് വിധേയപ്പെടുന്നു എന്ന് കാണിക്കുവാനായിട്ട് വെളിപ്പെടുത്തുവാനുള്ള ഒറ്റ വ്യക്തിബന്ധം ഈ ഭൂമിയിലുള്ളത് ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൽ മാത്രം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനിന്ന് പ്രത്യേകമായിട്ട് ചോദിക്കുകയും ചെയ്യുകയാകുന്നു, നാം നമ്മുടേതായിട്ടുള്ള വിവാഹ ജീവിതത്തിലെ ദൈവികമായിട്ടുള്ള ഭയത്തോടുകൂടെയും താഴ്മയോടുകൂടെയും നമുക്ക് കർത്താവിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായെന്ന് പറഞ്ഞ് കർത്താവ് അവിടെ എങ്ങനെ ഈ ദർശനം നടപ്പാക്കാം എന്നുള്ളതിന് ചില ദൗത്യങ്ങൾ പറയുകയാണ്. നമ്മളപ്പോൾ 2 വാക്കുകൾ പഠിച്ചു. ഒന്ന് വിഷൻ എന്ന് പറഞ്ഞു, ദർശനം. 2 ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മിഷൻ അല്ലെങ്കിൽ ദൗത്യം നമ്മൾ കാണാൻ പോവുകയാണ്. പൗലോസിൻ്റെതായിട്ടുള്ള ദൗത്യത്തിൻ്റെ യാത്രകളെക്കുറിച്ച് നമുക്കറിയാം. പല ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുമെന്ന് നാം കാണുക. ഓരോരോ കാലങ്ങളിൽ ദൈവം വ്യത്യസ്തമായിട്ടുള്ള ദൗത്യങ്ങൾ നമുക്ക് നൽകി. ഇവിടെ ദൈവം പറയുക, ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആർക്കായി ഈ ദർശനം നൽകിയത്? 2 പാസ്റ്റർമാരെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. 2 വ്യക്തികളെ, പുത്രൻ്റെ ആത്മാവുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരൂപമുള്ള 2 വ്യക്തികളോട് കർത്താവ് പറയുക, നിങ്ങൾ പോയി ഈ ഭൂമി ദൈവത്തിൻ്റെ ക്രമമുണ്ടാക്കി ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയ്ക്കാൻ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആരെല്ലാം ഇവിടെ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരൂപമുള്ളവരുണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുണ്ടോ, ദൈവം നിങ്ങളിൽ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദർശനത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട ഏവർക്കും ദൈവമക്കളാകുവാനായിട്ടുള്ള അധികാരം കൊടുത്തു. ആമേൻ. ഇന്ന് യേശുവിനെ കൈക്കൊണ്ട ആരെങ്കിലും ഉണ്ടോ? അപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവിനെ കൈക്കൊണ്ട ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യുവാൻ കർത്താവ് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, നിങ്ങളെക്കുറിച്ച് മറ്റാരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ദൈവം 2 വ്യക്തികളെ സൃഷ്ടിച്ചിട്ട് അവരെ ദൈവത്തിൻ്റെ ഇത്രയും വലിയ ദൗത്യം ഏൽപ്പിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പലപ്പോഴും ചിന്തിക്കും, എനിക്ക് ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യണമെങ്കിൽ എനിക്ക് തിയോളജി പഠിക്കണം. തിയോളജി പഠിക്കുന്നത് വളരെ നല്ലതാണ്, ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്.
എന്നാൽ ദൗത്യമെന്ന് പറയുന്നത് അത് മാത്രമല്ല. ഇന്ന് ദർശനവും ദൗത്യമെന്ന് പറയുന്നത് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ സഭയിൽ ചില വ്യക്തികൾ എൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, പാസ്റ്ററെ വിളിയുണ്ടെന്നറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞായറാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ആ വിളിക്കൊത്തവണ്ണം അവിടെ ഒന്ന് ശുശ്രൂഷിക്കാൻ. ഞാനിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. കാരണം ഈ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നാം ചിന്തിച്ചു വെക്കുന്നുവോ, മാൻ ഇസ് ഹൗ ഹി തിങ്കത്ത്, അല്ലേ? ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചു വെക്കുന്നു അതുപോലെ നിരൂപിക്കുന്നത് പോലെ അവനാകുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാം ശരിയായ രീതിയിൽ തിരുവചനത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ വേറെ രീതിയിൽ നയിക്കും. ഹല്ലേലൂയ. ഇന്ന് അനേക വ്യക്തികൾ അവർ വിശ്വാസികളാണ്, അവർ ദൈവമക്കളാണ്, അവർ യഥാർത്ഥത്തിൽ ദൗത്യത്തിലാണ്. എന്നാൽ അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുക, ഞാൻ ദൗത്യത്തിലൊന്നും അല്ല. അവരുടെ മനസ്സിൽ ചിന്തിക്കുക, ഞാനൊരു പരസ്യയോഗമൊക്കെ വിളിച്ച് ഒരു 100 പേരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. പ്രിയമക്കളെ, ദൈവമക്കളെ, ശുശ്രൂഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതേത് ഭാഷയിലാണെങ്കിൽ ശുശ്രൂഷ എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പറയുന്നത് ചെയ്യുക, ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുക. ഈ ദർശനം നാം വായിക്കുമ്പോൾ ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ക്രമത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടോ അത് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ, ഒരു സഭ നടക്കുവാനായിട്ട് അവിടെ ചില കസേര ഇടുമ്പോൾ അത് ദൗത്യമാണ്. അത് ദർശനത്തോട് ചേർന്നുള്ള ദൗത്യമാണ്. അത് മാത്രമല്ല ദൗത്യം ഞാൻ പറയാനായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നാം വ്യക്തമായിട്ട് കാണുന്നത് ഈ ദൗത്യം ഏൽപ്പിച്ചത് ഒരു സ്ത്രീയെയും പുരുഷനുമാണ്. ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ അവന് ദൈവത്തിൻ്റെ ദർശനം ചെയ്യുവാൻ കഴിയും. അതിന് ദൈവം ചില കാര്യങ്ങൾ പറയും. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി അവരവിടെ വാഴുവാനായിട്ട് പറയുക. എന്താ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സന്താന പുഷ്ടിയുള്ള, ബി ഫ്രൂട്ട്ഫുൾ. ഫസ്റ്റ് ഡൂവിനെ കുറിച്ചല്ല കർത്താവ്, ബി ആ പറയുന്നത്. ബി, നീ ആകുക, അനുഗ്രഹിച്ചിരിക്കുക. ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രതിച്ഛായ ഉള്ളവരാകുന്നുവെങ്കിൽ നീ സന്താനപുഷ്ടിയുള്ള, ബി ഫ്രൂട്ട്ഫുൾ. നീ ഫലപുഷ്ടിയുള്ളവനാകുമെന്നുള്ളത് നമ്മുടെ മേലുള്ള അനുഗ്രഹമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം മാത്രമല്ല തിരുവചനത്തിലെ വാക്യമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ദൈവം കുടുംബമായിട്ട് ദൈവത്തിൻ്റെ ദൗത്യം ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു ചർച്ച ഉണ്ടാക്കി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി, അവർക്കല്ല ഈ ദൗത്യം ദൈവം കൊടുത്തത്. സഭ നല്ലതാണ്, കമ്മിറ്റി നല്ലതാണ്, എന്നാൽ ദൈവം ആദ്യം ഇവിടെ ഏൽപ്പിക്കുന്നത് ഒരു കുടുംബത്തിനാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ വലിയ പ്രവൃത്തി ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യുന്ന സമയത്ത് നാം ദൗത്യമുള്ള കുടുംബങ്ങളായി എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം കർത്താവിലൂടെ പിതാവാം ദൈവം വെളിപ്പെടുത്തി ഒരു പൂർണ്ണമായും വിധേയപ്പെടുത്തിയിരിക്കുന്ന ഒരു പുത്രൻ ലോകത്തിൽ വന്നാൽ ആ പുത്രന് അവന് ആവശ്യമുള്ളപ്പോൾ അപ്പോസ്തലനാവാൻ കഴിയും, അവന് സുവിശേഷകനാകുവാൻ കഴിയും, അവന് പ്രവാചകനാകുവാൻ കഴിയും, അവന് സകലതുമാകുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം കുടുംബത്തെ ഈ ദർശനം ഏൽപ്പിച്ചിരിക്കുന്നു, കുടുംബത്തെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം വ്യക്തിപരമായ ചിലരെ കുടുംബത്തിലാകാതെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവ വേലയ്ക്കു വേണ്ടി കുടുംബത്തിലാകാതെ ദൈവ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ വേർതിരിച്ച് അതൊരു ഗിഫ്റ്റായിട്ട് ചിലരെ വേർതിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. 2 പേർ എൻ്റെ അടുത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാ കല്യാണം കഴിക്കുന്നത്? നാച്ചുറലി ചോദിക്കണമല്ലോ, എന്തിനാ? അപ്പം പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് ഒന്നിച്ച് 2 പേർക്കും കൂടെ ഒന്നിച്ച് ഞങ്ങൾക്ക്
നന്നായിട്ട് ജോലി ചെയ്യണം പാസ്റ്റർ, എന്നിട്ട് ഒരുപാട് കാശ് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. വണ്ടർഫുൾ. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ്? പാസ്റ്റർ, എനിക്ക് ആരാധിക്കണം പാസ്റ്റർ, ആരാധിക്കണം, ഞങ്ങൾക്ക് ആരാധിക്കണം. നല്ല കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ ആഗ്രഹം വളരെ ദൈവികമാണ്, പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. അപ്പുറത്തെ ഇപ്പുറത്തെയും ഫ്ലാറ്റിൽ ജീവിച്ചിട്ട് അല്ലെങ്കിൽ റൂമിൽ താമസിച്ചിട്ട് ജോലിക്ക് പോകേണ്ടപ്പോൾ ജോലിക്ക് പോവുക, എന്നിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുക. വൈകിട്ട് ആരാധിക്കുന്ന സമയം വരുമ്പോഴത്തേക്കും ഇപ്പുറത്ത് വന്നിട്ട് ആരാധിച്ചിട്ട് തിരിച്ച് കിടന്നുറങ്ങിക്കൂടുക. കാരണം ഇതിനകത്ത് കർത്താവ് ഈ ദർശനത്തിനായിട്ട് വിളിക്കുന്നത് നിനക്ക് ഭർത്താവാകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയാം ചിലപ്പോൾ ഹല്ലേലൂയ കിട്ടാൻ പാടാന്ന്, ഒരു കുഴപ്പമില്ല. കാരണം ഇത് അറിയേണ്ടത് വളരെ, ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പിള്ളേർക്ക് അറിയത്തില്ല പഠിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മോള് അവൾ കണ്ട് വളർന്നത് അച്ചാച്ചൻ രാവിലെ സ്കൂൾ ടൈം ആന്ന് പറയുമ്പോഴത്തേക്കും കണ്ണ് തിരുമ്മിയിട്ട് ടാബിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. കാരണം കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പം മോൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, എനിക്ക് പുതിയ ടാബ് കിട്ടും. പക്ഷെ കോവിഡ് അപ്പോഴത്തേക്കും കഴിഞ്ഞു. ഇപ്പം ഇരുന്ന് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുവാണ്, തറാപറ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ ദൗത്യത്തിലേക്കാണ് വിളിക്കുന്നത്. നിനക്ക് ഭർത്താവാകാൻ പറ്റുമോ? നിനക്ക് ഭാര്യയാകാൻ പറ്റുമോ? സന്താനപുഷ്ടി ഉണ്ടാകാനായിട്ട് ഇവിടെ ക്ലോണിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. I asked her, are you excited to deliver babies for the mission of God? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ അവർ നമ്പർ 1 നമ്പർ 2 ഒക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെൻ്റെ ദൗത്യമാണെന്ന് മനസ്സിലാക്കി തുടച്ച് വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ കർത്താവ് 2 പേരെ എനിക്ക് തന്നിരിക്കുന്നു, അസ്ത്രമാകുന്നതിന് മുമ്പേ വരുന്ന സാധനങ്ങളായതെല്ലാം എന്ന് മനസ്സിലാക്കി തുടയ്ക്കാൻ ഇഷ്ടമാണോ? It is very important to know. I believe there is a demonic doctrine called sacred and secular. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾ ശുശ്രൂഷ മാത്രമേ ചെയ്യാവൂ. ദൈവമക്കൾ ശുശ്രൂഷ മാത്രമേ ചെയ്യാവൂ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സന്താന പുഷ്ടിയുള്ളവരായി. ഒരു കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ദൈവം ആദ്യം എനിക്ക് തന്നിരിക്കുന്ന അധികാരം എൻ്റെ കുടുംബത്തിലാണ്. ദൈവം ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന മണ്ഡലങ്ങളെ ഒന്ന് ചിന്തിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. എൻ്റെ കുടുംബത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ മണ്ഡലത്തെ ദൈവ ദൗത്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാകും. ഞാൻ അവർ 2 പേരോടും ചോദിച്ചു, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാകാൻ താല്പര്യമാണോ? Are you ready to showcase or grow into and show the world what it means to be a godly husband? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാകാൻ റെഡിയാണോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാകാൻ താല്പര്യമാണോ? ആ ഉറക്കമൊക്കെ രാത്രി ആ കരച്ചിൽ കേട്ട് പോകുമ്പോഴത്തേക്കും ഇത് വില കൊടുത്തുള്ളൊരു ശുശ്രൂഷയാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ദൈവദാസന്മാരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 മാസം ചുമന്ന് ആ കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ പാസ്റ്റർ എന്നൊക്കെ പറയാം. പാസ്റ്റർ എനിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല, പക്ഷെ പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഓപ്ഷനില്ല. ഇപ്പം പുനരുദ്ധാനത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഇപ്പം മരിച്ചിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ 9 മാസം എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നത് എൻ്റെ ശുശ്രൂഷയാ, എൻ്റെ ദൗത്യമാ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിലേക്ക് പുതിയ ആൾക്കാരെ ദൈവം ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, ഞാൻ ദൈവത്തെ ആശ്രയിക്കേണ്ട ചില കാര്യങ്ങൾ വരുമ്പോൾ അതെൻ്റെ ദൗത്യമാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാമോ, കുടുംബം നമ്മുടെ ദൗത്യമാന്ന് പറയാമോ? ഹല്ലേലൂയ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ. ഇനിയും ഈ ഭൂമിയെ നിറയ്ക്കാനുള്ള ആൾക്കാരെ മുഴുവൻ നമുക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല.
അപ്പോഴാ കുടുംബം നമ്മൾ പഠിക്കണ്ടേ, നാം ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുമാകണം. ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോനെൻ്റെ വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാനൊരു 3-4 പ്രാവശ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്നുള്ള അവർ സമ്മതിക്കുന്നില്ല അപ്പം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞാൽ മതി നമ്മുടെ വിഷമം എങ്ങനെയാ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് അപ്പം ചോദിച്ചു എങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവർ അതല്ല, ഞാൻ അങ്ങനെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം ഞാൻ പഠിപ്പിക്കാം എങ്ങനെ പറയണമെന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്താൻ കഴിയുന്ന ചില വാതിലുകൾ നമുക്കെത്താൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ഒരു കുടുംബം ദൈവത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിൽ വളരുമ്പോൾ അവിടെ ഈ വലിയതായിട്ടുള്ള ദർശനത്തിൽ, ദൗത്യത്തിൽ വലിയ മുന്നേറ്റം സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല മാതാപിതാക്കളും, പ്രത്യേകിച്ച് എനിക്കറിയാം ഇതാരെയും ഒരു കുറ്റപ്പെടുത്താൻ, ഞാൻ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ദർശനം നടപ്പാക്കാനായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവം പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ദൈവം പറയുന്നത് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല അമ്മമാരും പല സമയത്തും വിളിച്ചിട്ട്, പ്രത്യേകിച്ച് അവർ ആ ഡെലിവറിയുടെ സമയം എല്ലാം കഴിഞ്ഞ്, പക്ഷേ എല്ലാം പോയതുപോലെ തോന്നുന്നു, ഒരു വെറുതെ സമയം കളയുന്നത് പോലെ തോന്നുന്നു. ഐ ഓഫൻ എൻകറേജ് ദം, ഇല്ല, ഇത് വലിയൊരു ദൈവിക ദൗത്യമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുത്ത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയ പ്രവൃത്തിയായത്. ഹല്ലേലൂയ. പല പിതാക്കന്മാരും വിളിച്ച് പറയും, പാസ്റ്ററെ ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടാ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നത്, പക്ഷേ ഇപ്പോൾ അത് സാമ്പത്തികമായി ഇല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു ചുവടെടുത്തെങ്കിൽ ദൈവം തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ കുടുംബത്തിനുള്ളത് നൽകും. പാസ്റ്ററെ പ്രഷറാകുന്നു, പാസ്റ്ററെ ഒക്കുന്നില്ല, മുന്നോട്ട് വലിച്ചുകൊണ്ടാൻ പറ്റുന്നില്ല പറയും. അപ്പോഴാണ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇത് നമ്മുടെ ജീവിതമോ നമ്മുടെ ദർശനമോ അല്ല, ഇത് ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. കാരണം ഇവിടെ പറയുന്ന സന്താനം, അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ തെറ്റായിട്ടുള്ള ചിന്ത, ഈ സേക്രഡും സെക്യുലറും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതായത് എൻ്റെ ജോലി സ്ഥലം മുഴുവൻ ഒരുമാതിരി പാപത്തിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ഞായറാഴ്ച വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു വേല ചെയ്യാനുള്ള വരവ്, അത് ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ദൈവമക്കൾ അപ്പൻ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ആദാമിനെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് കൊണ്ടുപോയെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയെന്നാണോ പറയുന്നത്? തോട്ടം കാപ്പാനായിട്ട് അവിടെ കൊണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോട്ടം, ബൈബിളിൽ തോട്ടം എന്നൊക്കെ കാണുമ്പോഴത്തേക്കും കോരിത്തരിക്കെങ്കിലും നമ്മുടെ തോട്ടം ഒന്നും കാണുമ്പോൾ ആർക്കും കോരിത്തരിക്കാറൊന്നുമില്ല. ആദാം തോട്ടപ്പണി ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു ഹ്യൂമിലിറ്റി. എന്നാൽ വേറൊരു തോട്ടക്കാരനെ കാണുമ്പോൾ നമുക്ക് നോക്കാൻ പോലും സമയമില്ല. കർത്താവ് പറയുന്നത് ചെയ്യുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിങ്ങളെ എങ്ങോട്ടാണ് നയിച്ചിരിക്കുന്നത്? കർത്താവ് നിങ്ങളെ എങ്ങോട്ടാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലം ദൈവം പറഞ്ഞിരിക്കുന്ന മണ്ഡലമാണോ? ആണെങ്കിൽ അത് ദൈവം പറഞ്ഞിരിക്കുന്ന പണിയാണെങ്കിൽ ഏറ്റവും മികച്ചതായി ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഒരു വേർഷിപ്പ് ലീഡർ ചോദിച്ച ചോദ്യം, എടാ ദൈവം തന്ന പണി നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ ആരുടെ പണി എടുത്തിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൗത്യം വളരെ 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 വിലപ്പെട്ടത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഗോഡ് ഇസ് സോ പർട്ടിക്കുലർ. ദൈവം നോഹയോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, ആ നോഹേ ഒരു പെട്ടകം അങ്ങ് ഉണ്ടാക്കിയേക്കും, ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ തട്ടിക്കൂട്ടി അങ്ങ് ചെയ്ത, അങ്ങനെയല്ല. കർത്താവ് അതിൻ്റെ അളവും നീളവും എങ്ങനെ, ഗോഡ് ഇസ് പർട്ടിക്കുലർ ഇൻ ഹിസ് തിങ്സ്. ദൈവം താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം വളരെ ശ്രദ്ധാലുവാണ്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കൊണ്ടേ, കർത്താവേ ഞാനൊരു ഭാര്യയാകുന്നുവെങ്കിൽ, ഞാനൊരു ഭർത്താവാകുന്നുവെങ്കിൽ, കർത്താവേ ഞാൻ എന്തോ ചെയ്യണം?
കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യണം. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ആയുസ് തന്നിരിക്കുന്ന കർത്താവ് എനിക്ക് ഏറ്റവും മികച്ച പിതാവാകണം, എനിക്ക് ഏറ്റവും മികച്ച മാതാവാകണം. എൻ്റെ മക്കളെ ദൈവത്തിന് വേണ്ടി അവരെ വളർത്തണം. കർത്താവ് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എങ്ങനെ ഒരു സാക്ഷ്യമാകുവാൻ കഴിയും. കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആദ്യത്തെ അനുഗ്രഹം ബി ഫ്രൂട്ട്ഫുൾ എന്ന്. ആ അനുഗ്രഹം എത്ര പേർക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ട്? അതിന് നിങ്ങളുടെ പാസ്റ്റൊന്നും വിഷയമല്ല. കാരണം കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ മുമ്പത്തെ ക്വാളിഫിക്കേഷനും പാസ്റ്റും ഒന്നും ഒരു കാര്യമല്ല. ബി ഫ്രൂട്ട്ഫുൾ എന്ന് കർത്താവ് നമ്മുടെ മേൽ അനുഗ്രഹം പകരുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ച് എവിടെല്ലാം ചില കാര്യങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഈ ഫ്രൂട്ട്ഫുൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, അതൊരു അനുഗ്രഹമാണെങ്കിലും അതങ്ങനെ ചുമ്മാ നടക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ല. ആമേൻ. ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, ഇത് ഞാൻ വളർത്തേണ്ട ഒരു കാര്യമാണ്. അതൊരു വൃക്ഷത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു ഫലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത് അല്പസമയത്തിനുള്ളിൽ അവസാനിച്ച് ഈ സമയത്തെ സെഷൻ അവസാനിപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ബട്ട് ബിഫോർ ദാറ്റ്, ആദ്യമായിട്ട് ഈ അനുഗ്രഹത്തിലെ ഫ്രൂട്ട്ഫുൾ എന്നുള്ള വാക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ വാക്യത്തിനകത്ത് ബി ഫ്രൂട്ട്ഫുൾ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം, ദർശനമെല്ലാം പറഞ്ഞ്, ദൗത്യമെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് ഉടനെ തന്നെ ആദാമിനെ തോട്ടത്തിലൊന്നും കൊണ്ടുപോയില്ല. തോട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കുക, നിനക്കുള്ള ഭക്ഷണം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അടുത്ത വാക്യത്തിൽ പറയുക, നിനക്കുള്ള ഭക്ഷണവും നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണവും എല്ലാം പ്രൊവിഷനും എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിലാണ് ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ജോലി മുഖാന്തരമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ മനസ്സങ്ങ് പൊട്ടട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ജോലി ചെയ്യേണ്ടെന്നല്ല, ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ കർത്താവ് എന്നെ പരിപാലിക്കും. നാം എന്ത് ചിന്തിക്കുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആ കമ്പനി ആ എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ചിന്തിക്കുന്ന ആ ഏറ്റവും വലിയ ആ നല്ല ബാങ്കും ലോക്കറും ഒക്കെ ഇല്ലേ, ആ എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തിരുവചനം പറയും, നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ അല്ലെങ്കിൽ 29-ാമത്തെ വാക്യം. അതായത് നിങ്ങൾ ഈ ലോകത്തെ അടക്കി വാഴണമെന്നെല്ലാം കർത്താവ് പറഞ്ഞതിന് ശേഷം 29-ാമത്തെ വാക്യത്തിൽ തന്നെ പറയാം, ഭൂമിയിലുള്ള സകല വിത്തുകളും, എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ പ്രൊവിഷനെ കുറിച്ച് മറന്നു പോകുന്ന ദൈവമല്ല. ആമേൻ. ഈ ഒരു ജീവിതം മുഴുവൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് ജീവിക്കുക, അതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. ദൈവത്തെ ബഹുമാനിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാകുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കി അതിനുള്ള ചുവടുകളെടുത്ത് മുന്നേറുവാൻ. ഹല്ലേലൂയ. അതിലൊരുപാട് വിശ്വാസത്തിൻ്റെ അളവുകളുണ്ട്. കാരണം ഓരോ തവണയും ഞാൻ എന്നെ കർത്താവ് പരിപാലിച്ചോളൂ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഇല്ല, നീ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നതായിട്ടുള്ള ചില ശബ്ദങ്ങൾ നാം കേൾക്കും. കർത്താവ് നമ്മളോട് വേല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ടല്ല, ദർശനത്തിന് വേണ്ടി ഉത്തരവാദിത്വമുള്ളവരാകാനായിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സന്താന പുഷ്ടിയുള്ളവരായി. ബി ഫ്രൂട്ട്ഫുൾ, ബി ഫ്രൂട്ട്ഫുൾ. അത് നമ്മൾ വളർത്തേണ്ട ഒരു കാര്യമാണ്. ഈ ഫലം നമ്മുടെ അകത്ത് വളരേണ്ടതാണ്. എവിടെ നമ്മൾ ക്രിസ്തുവിൽ ഫ്രൂട്ട്ഫുൾ ആകുന്നതിനെക്കുറിച്ച് കാണുന്നു, 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്കൊന്നും കായ്ക്കാൻ പറ്റത്തില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ.
സോ ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ റോൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു പിതാവായിരിക്കട്ടെ, ഒരു മാതാവായിരിക്കട്ടെ, ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തിയാകട്ടെ, അനേകരെ നയിക്കുന്ന ഒരു ഇടയനാകട്ടെ, ദൗത്യം ചെയ്യണമെങ്കിൽ, ഫലപുഷ്ടി ഉണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിന്നേ മതിയാകും. ഹല്ലേലൂയ. മറ്റൊരു വേദഭാഗം സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണം. ചില കോഴ്സ് ചെയ്യുന്ന ഒരുപക്ഷെ ഞാൻ മാറ്റി വെക്കേണ്ടി വരുമായിരിക്കാം. കോഴ്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ദൈവത്തിൽ ഞാൻ വേറുറച്ച് നിൽക്കുവാൻ വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ച് തിരുവചനം പറയാം, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെൻ്റെ പ്രാർത്ഥന ഇതാകുന്നു, സഭയിലെ ഓരോരുത്തരും, ദൈവമക്കൾ ഓരോരുത്തരും ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാകാനായിട്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ ദർശനത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ മനസ്സിലാക്കി, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എൻ്റെ ദൗത്യമാണ്, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറയേണ്ടത് എൻ്റെ ദൗത്യമാണ്. എന്തിനു വേണ്ടി? ഡിസൈപ്പിൾഷിപ്പിൽ പറഞ്ഞു 4 പേരോട് ഷെയർ ചെയ്യണം, അതല്ല. പാസ്റ്റർ പറഞ്ഞു കൈപൊക്കുന്നവരെല്ലാം ഞാൻ അടുത്ത ആഴ്ച ചോദിക്കും, അതല്ല. എനിക്ക് ദൈവക്രമം എല്ലായിടത്തും കാണണം, സകലരും ദൈവ തേജസ്സിലേക്ക് വരുന്നത് എനിക്ക് കാണണം. അതുകൊണ്ട് ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞാലേ ഈ അതതിനെ സൃഷ്ടിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ, ഞാൻ പെരുകുന്നതിനെക്കുറിച്ച് ഞാൻ വീണ്ടും അടുത്ത സമയം പ്രസംഗിക്കുന്നതായിരിക്കും. എന്നാൽ നാം ചെയ്യുന്നതിലെല്ലാം ഈ ദർശനത്തെ കാണാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ദൈവത്തിൻ്റെ ക്രമം വ്യാപരിക്കാനും, ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കാനും, എൻ്റെ കുടുംബം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൗത്യമാണെന്ന് ഇന്ന് ദൈവമക്കൾ വിചാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ സഭയ്ക്ക് ശരിയായിട്ടുള്ള ശുശ്രൂഷയിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇന്ന് പലപ്പോഴും ഇടയന്മാർക്ക് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സമയം. എന്നാൽ എൻ്റെ കുടുംബം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൗത്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അതേപോലെ ദൈവം എന്നെ നയിക്കുന്ന സ്ഥലം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന തോട്ടം ഏതാ കാക്കാനായിട്ട്, അവിടെ ഞാൻ ദൈവത്തെ മാനിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും മികച്ച ആരാധനയാണോ എൻ്റെ വേലയായിട്ട് ഞാൻ ദൈവത്തിന് നൽകുന്നത്. ഞാനിന്ന് 5 വിധ ശുശ്രൂഷയെക്കുറിച്ചോ അല്ലെങ്കിൽ പുറത്തുള്ള ശുശ്രൂഷയെക്കുറിച്ചൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടില്ല, കാരണം അത് നാം പൊതുവെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് ഐ വോണ്ട് ടു ഗിവ് എ ന്യൂ നറേറ്റീവ് ടു മിഷൻസ്. ബൈബിളിനകത്തുള്ള കർത്താവ് പറയുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഞാനിന്ന് പറയാനും അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ ഈ സമയത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പോയിട്ടുള്ള നുണകളെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവ്, വിശ്വാസമില്ലാതെയോ ഞങ്ങളുടെ ഹൃദയമില്ലാതെയോ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, ഇന്ന് മനുഷ്യകുലത്തിന് വേണ്ടി അങ്ങ് നൽകിയിരിക്കുന്ന ആ ദർശനം ഞങ്ങൾ സ്വീകരിക്കുന്നു. സഭയായി ഞങ്ങൾ സ്വീകരിക്കുന്നു. സഭയായി ഞങ്ങൾ സ്വീകരിക്കുന്നു. സഭയായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ദൈവം ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ദൈവം കൃപ തരും. ദൈവം കൃപ തരും. എന്ത് മനോഹരമായിട്ടാണ് കർത്താവ്
അത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ആദാം വേല ചെയ്യുന്നതിന് മുമ്പേ തന്നെ പറയുകയാണ്, നിനക്കുള്ള ഭക്ഷണം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവ് ഇന്ന് പലരോടും പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആ സ്ട്രെസ് എടുത്ത് മാറ്റുകയാണ്. That stress to survive. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ സ്വരുക്കൂട്ടണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉള്ളത് ഞാൻ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ആ വലിയ മാനസിക പിരിമുറുക്കം, സംഘർഷം, അത് കർത്താവ് ഇപ്പോൾ പലരുടെ ആത്മാവിൽ നിന്ന് മാറ്റുകയാണ്. കർത്താവ് ഒരു പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. നമുക്ക് പറയാമോ, കർത്താവേ, അങ്ങയുടെ ദർശനം ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവെ, ഞാൻ ഇന്ന് വരെ ചെയ്തതിൽ എനിക്ക് പറ്റിയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. എന്നാൽ കർത്താവെ, ഞാൻ ഇന്ന് മുതൽ അങ്ങയുടെ ദർശനം ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങ് എന്നോട് എന്ത് പറയുന്നുവോ അതെൻ്റെ ദൗത്യമാണ്, അതെൻ്റെ ദൗത്യമാണ്. കർത്താവെ, ഞാൻ മനസ്സിലാക്കുന്നു, ആണും പെണ്ണും ചേർന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ സ്വരൂപത്തെയും വെളിപ്പെടുത്തുവാൻ കഴിയും. കർത്താവെ, നിങ്ങൾ വിവാഹിതരാണെങ്കിലും, കർത്താവെ, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അല്പമെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ക്രിസ്തുവിൽ വളർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ അധികമായി വെളിപ്പെടുത്തുന്നു. കർത്താവ് അതിനുവേണ്ടിയുള്ള കൃപ തരണം. കർത്താവ്, ഇന്ന് ഞാൻ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് വിവാഹ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഉണർവിൻ്റെ അനുഭവം സംഭവിക്കട്ടെ, ഒരു വലിയ ഉണർവിൻ്റെ സംഭവം തന്നെ അത് നടക്കട്ടെ, ഉണർവ് തന്നെ സംഭവിക്കട്ടെ. വ്യക്തിപരമായിട്ട് കർത്താവെ, വിവാഹ ബന്ധത്തിൽ വ്യക്തിപരമായിട്ട് ദൈവഭയത്തോടെയും താഴ്മയോടെയും അവരവരുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കണം, കർത്താവ് സഹായിക്കണം, കർത്താവ് സഹായിക്കണം. കർത്താവെ, നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൗത്യമായി എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ എങ്ങനെയെങ്കിലും വളരാനല്ല, ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താനായിട്ടല്ല, ആരുടെയും കരങ്ങളിൽ കൊടുത്ത് വളർത്താനല്ല, എന്നാൽ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ദൗത്യമാണെന്ന് മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിച്ച് വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അതോടൊപ്പം തന്നെ കർത്താവെ, ദൗത്യമുള്ള കുടുംബങ്ങളായി ഞങ്ങൾ എഴുന്നേൽക്കട്ടെ. കർത്താവ്, ഈ ലോകത്തിൽ ഇനിയും അനേകർ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാനുണ്ട്. കർത്താവെ, ഞങ്ങൾ കുടുംബങ്ങളായി സഭയിൽ ചേർന്ന് നിന്ന് നഷ്ടമായിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ ഹൃദയം എത്രമാത്രം തുടിക്കുന്നുവോ അതുപോലെ ഞങ്ങളുടെ ഹൃദയവും തുടിക്കട്ടെ. ഒന്നിച്ച് കുടുംബങ്ങളായി നിന്ന് ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ശുശ്രൂഷിക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ജോലി മണ്ഡലങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ അത് ഞങ്ങളുടെ ദൗത്യമെന്ന് മനസ്സിലാക്കി അവിടെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ കർത്താവിനാൽ മികച്ചവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ അനേകർ യേശുവിനെ അറിയട്ടെ. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവ്, ഇനിമേൽ ഞങ്ങൾ കുറഞ്ഞവരല്ല. അങ്ങ് രാജാവാകിയാൽ, അങ്ങ് ഞങ്ങളുടെ പിതാവാകിയാൽ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ സകലതും സാധിക്കും. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.